വേനൽക്കാലത്ത് കണ്ണിന് കുളിർമയേകാൻ എടപ്പാൾ അന്താളച്ചിറ പാടശേഖരത്തിൽ 25 ഏക്കറിൽ സൂര്യകാന്തി പൂന്തോട്ടം ഒരുങ്ങുന്നു. കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്നതിനൊപ്പം ഫാം ടൂറിസം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സൂര്യകാന്തി പാടം ഒരുക്കുന്നത്. വിസ്മയം 2025 എന്ന പേരിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്തും എടപ്പാൾ കൃഷിഭവനും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും ഇൻസ്ട്രക്ഷണൽ ഫാം തവനൂരും അന്താളച്ചിറ പാടശേഖര സമിതിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജനകീയാസൂത്രണ പദ്ധതി 2024-25 ഫാം ടൂറിസം പദ്ധതി പ്രകാരം സൂര്യകാന്തി കൃഷിയുടെ വിത്തിടൽ ചടങ്ങ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരന്റെ അധ്യക്ഷതയിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ് നിർവഹിച്ചു. അന്താളച്ചിറ പാടത്ത് നമ്മളൊരു നൂതന കൃഷി സമ്പ്രദായം ഇറക്കിയിരിക്കുകയാണ്. സൂര്യകാന്തി ചെടി ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവിടുത്തെ കർഷകരുടെ സഹായത്തോടു കൂടി എടപ്പാൾ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഹോർട്ടിക്കൾച്ചർ മിഷനും തവനൂർ ഫാമും കൂടി ചെയ്യുന്നത്. ഇതിൻ്റെ മേൽനോട്ടം നമ്മുടെ ജബ്ബാർ സാറ് കൃഷി ഓഫീസറും നമ്മുടെ ADAയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്ത് എടുക്കാൻ കഴിയുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളുടെ കർഷകരൊക്കെ ഇതിന് തയ്യാറായിട്ടുള്ളത്. ഏതായാലും പുതിയ ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. എല്ലാവിധ ഭാഗങ്ങളുണ്ടെന്ന് എടപ്പാൾ കൃഷി ഓഫീസർ MP സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PP മോഹൻദാസ്, തവനൂർ ഇൻസ്ട്രക്ഷണൽ ഫാം മേധാവി PK അബ്ദുൽ ജബ്ബാർ, തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PV വിജീഷ് എന്നിവർ മുഖ്യാതിഥികളായി. നമുക്കറിയാം, കേരള അഗ്രി ടൂറിസ്റ്റ് നെറ്റ്വർക്ക് സംസ്ഥാന സർക്കാരും ഫാം ടൂറിസം വളരെയധികം പദ്ധതി കൊടുക്കുന്നതിൽ ഈ പദ്ധതി ഏറ്റെടുക്കുന്ന തരത്തിൽ കർഷകരുടെ കാര്യപ്രാപ്തി വികസിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിന് വളരെ നല്ല ക്രിയാത്മകമായ ഇടപെടലാണ് സംസ്ഥാനത്ത് മാതൃകയായിരുന്ന തരത്തിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ജനകീയാസൂത്രണ പദ്ധതി കൃത്യമായിട്ട് ബാക്കിംഗ് കൊടുത്തുകൊണ്ട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ട് കർഷകർക്ക് ശാക്തീകരണം പറഞ്ഞുകൊണ്ട് ഈ അന്താളച്ചിറ പാടശേഖരത്ത് നമുക്കറിയാം നല്ല മാർജിനലായിട്ട് കൃഷിക്കാരുള്ള ഒരു പ്രദേശമാണ്. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിനേശൻ A, ഷീന മൈലാഞ്ചി പറമ്പിൽ, വാർഡ് മെമ്പറായ പ്രകാശൻ തട്ടാരവളപ്പിൽ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഫീൽഡ് അസിസ്റ്റന്റ് ജ്യോതി, കാർഷിക വികസന സമിതി അംഗങ്ങളായ PV ദിനേശൻ, ഹുസൈൻ, അബ്ദുൽ ലത്തീഫ്, കർഷകരായ ഗോപാലൻ, ഭാസ്കരൻ, പരമേശ്വരൻ, മോഹനൻ, മനോഹരൻ, പ്രവീൺ, നന്ദനൻ, ലക്ഷ്മണൻ, ഷൺമുഖൻ, ഷാജൻ, ഷാജി, പ്രദീപ് എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.